ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ മാത്സിലെ 2ാമത്തെ യൂണിറ്റാണ്. നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ് എന്നാണ് ഈ യൂണിറ്റിൻ്റെ പേര്. നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ യൂണിറ്റ് ലെറ്റ്സ് ഡ്രോ എന്നത് വളരെ നല്ല മിടുക്കരായിട്ട് തന്നെ പഠിച്ചു തീർത്തവരാണ് അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ഈ ചാപ്റ്ററും പഠിക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട 3ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് എല്ലാം STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫിൽ ദ സെൽസ്, കളങ്ങൾ പൂർത്തിയാക്കാം. എ ഗെയിം വിത്ത് ടോക്കൺസ്, ടോക്കണുകൾ ഉപയോഗിച്ചുള്ള ഒരു ഗെയിമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഫിൽ ദ സെൽസ് വിത്ത് ടോക്കൺസ് നമ്പേർഡ് ഫ്രം 1 to 100. ഇവിടെ താഴെ തന്നിട്ടുള്ള ഈ കളങ്ങളെല്ലാം 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഫിൽ ചെയ്ത് കൊടുക്കണം. മിൻഹ ആൻഡ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ദിസ് ഗെയിം. മിൻഹയും അവളുടെ കൂട്ടുകാരും ഈ ഗെയിം കളിക്കുകയാണ്. യു ക്യാൻ ഓൾസോ പ്ലേ ഇറ്റ്, നിങ്ങൾക്കും കളിച്ചു നോക്കാം. യുവർ ടീച്ചർ ഓൾസോ വിൽ ഹെൽപ്പ് യു, നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. നോക്കിക്കേ, ഇവിടെ 1 2 3 4 5 6 7 8 9 10 എന്ന് നമുക്ക് നേരെ ആദ്യം തന്നിട്ടുണ്ട്. ഇനി ആദ്യം ഫില്ല് ചെയ്യേണ്ടത് 1ന് താഴെ വരുന്ന ടോക്കൺസ് ആണ്. 1ന് താഴെ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും എന്നാണ് ഫില്ല് ചെയ്യേണ്ടത്. 1ന് താഴെ ആദ്യം വരുന്നത് ഏതാണ്? 10 കഴിഞ്ഞിട്ടുള്ള നമ്പർ 11. പിന്നെ അടുത്തത് തന്നിട്ടുണ്ട് 21. അടുത്തത് ഏത് വരും? 31 41 51 61 71 81 91. എങ്കിൽ 2ന് താഴെ ഇനി ഏതാ വരിക? ആദ്യം വരുന്നത് 11 കഴിഞ്ഞിട്ടുള്ള നമ്പറാണ്. ഏതാണ്? 12. 21 കഴിഞ്ഞിട്ട് 22, പിന്നെ 32 42 52 62 72 82 92. ഇനി 3ക്ക് താഴെയോ? 13 23 33 43 53 63 73 83 93. 4ന് താഴെ 14 24 34 44 54 64 74 84 94. 5ന് താഴെ 15 25 35 45 55 65 75 85 95. 6ന് താഴെ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് മക്കളെ? 16 26 36 46 56 66 76 86 96. 7ന് താഴെയോ? 17 27 37 47 57 67 77 87 ആൻഡ് 97. 8ന് താഴെ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 18 28 38 48 58 68 78 98 88 98. 9ന് താഴെ വരുന്ന നമ്പേഴ്സ് 19 29 39 49 59 69 79 89 99. അവസാനം 10ന് താഴെ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 20 30 40 50 60 70 80 90 ആൻഡ് 100. വേർ വിൽ യു പുട്ട് ടോക്കൺ 65? 65 എന്നുള്ള നമ്പർ നിങ്ങൾ എവിടെയാണ് വെക്കുന്നത്? നമ്മൾ 55ന് താഴെയാണ് വെക്കുന്നത്. ഹൗ ഡിഡ് യു ഫൈൻഡ് ഇറ്റ് ഔട്ട്? എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? താഴേക്ക് വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് പാറ്റേൺ ആയിട്ടാണ് വരുന്നത് അല്ലേ? മുകളിലുള്ള നമ്പറിനോട് 10 കൂട്ടുമ്പോഴാണ് നമുക്ക് അതിന് തൊട്ട് താഴെയുള്ള നമ്പർ കിട്ടുന്നത്. അതായത് 1നോട് 10 കൂട്ടുമ്പോൾ നമുക്ക് 11 കിട്ടുന്നു. 11നോട് 10 കൂട്ടുമ്പോൾ 21 കിട്ടുന്നു. 21നോട് 10 കൂട്ടുമ്പോൾ 31 കിട്ടുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ 55നോട് എത്ര കൂട്ടുമ്പോഴായിരിക്കും 65 കിട്ടുക? 55ന് തൊട്ട് താഴെയുള്ള നമ്പറാണ്, അതുകൊണ്ട് 10 കൂട്ടുമ്പോഴാണ് 65 കിട്ടുന്നത്. അപ്പോൾ 55 + 10 കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? അതിന് താഴെയുള്ള നമ്പർ 65 ആണെന്ന് കണ്ടുപിടിച്ചത്. പുട്ട് ദ ടോക്കൺസ് ഫ്രം 1 to 100 ഇൻ ദ കറക്റ്റ് പ്ലേസസ്. നമ്മളത് ചെയ്തില്ലേ? വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ഇൻ ദ യെല്ലോ സെൽസ്? യെല്ലോ സെൽസിലുള്ള നമ്പേഴ്സ് തമ്മിലുള്ള ബന്ധം എന്താണ്? യെല്ലോ സെൽസിലെ നമ്പർ ഏതൊക്കെയാണ് മക്കളെ? 1 12 23 34 45 56 67 78 89 ആൻഡ് 100. ഈ നമ്പേഴ്സ് എങ്ങനെയാണ് വരുന്നത്? ഇതൊരു പാറ്റേൺ ആണ്. ഓരോ നമ്പേഴ്സിനോട് 11 കൂട്ടുമ്പോഴാണ് നമുക്ക് അടുത്ത നമ്പർ കിട്ടുന്നത്. അതായത് 1 + 11 എന്ന് പറയുമ്പോൾ 12. നമുക്ക് അടുത്ത യെല്ലോ സെല്ലിലെ നമ്പർ വരുന്നു. 12 + 11 23. അടുത്ത യെല്ലോ സെല്ലിലെ നമ്പർ വരുന്നു. 23 + 11 34. 34 + 11
45, 45 + 11 56. ഇങ്ങനെയാണ് ഈ നമ്പേഴ്സ്, സെൽസിലെ നമ്പേഴ്സ് വരുന്നത്. ഫൈൻഡ് അതർ പാറ്റേൺസ് ആൻഡ് കളർ ദം. ഇതിലുള്ള മറ്റ് പാറ്റേൺസ് കൂടെ കണ്ടെത്തിയിട്ട് നിങ്ങളതിന് കളർ ചെയ്ത് നോക്കൂ. സ്കൂൾ സ്റ്റോർ. ഇവിടെ നോക്കിക്കേ, സ്കൂൾ സ്റ്റോറിലെ കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളുണ്ട് സ്കൂൾ സ്റ്റോറിൽ, അത് ഓരോന്നിൻ്റെയും പ്രൈസ് എത്രയാണ്, വില എത്രയാണെന്ന് തന്നിട്ടുണ്ട്. മിൻഹ ബോട്ട് തിങ്സ് വർത്ത് 100 rupees. വാട്ട് കുഡ് ഷീ ഹാവ് ബോട്ട്? മിൻഹ 100 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. എന്തൊക്കെയായിരിക്കും വാങ്ങിയിട്ടുണ്ടായിരിക്കുക? അപ്പോൾ സ്റ്റോറിലുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്? ക്രയോൺസ് 25 rupees ആണ്, പെന്ന് 20 rupees ആണ്, സ്കെച്ച് പെൻസിൻ്റെ പാക്കറ്റ് 40 rupees ആണ്, നോട്ട്ബുക്ക് 60 rupees ആണ്, മാർക്കറിൻ്റെ പാക്കറ്റ് 75 rupees, സ്കെയിൽ 25 rupees, ബ്രൗൺ പേപ്പർ 25 rupees. അപ്പോൾ മിൻഹയ്ക്ക് ആകെ കയ്യിലുള്ളത് 100 rupees ആണ്. അതിന് എന്തൊക്കെ സാധനങ്ങൾ മിൻഹയ്ക്ക് വാങ്ങാം? മിൻഹയ്ക്ക് ഇതിൽ പല കോമ്പിനേഷനിൽ ഐറ്റംസ് വാങ്ങാൻ പറ്റും. ഒന്നുകിൽ ഒരു സ്കെച്ച് പെന്നും ഒരു നോട്ട്ബുക്കും വാങ്ങാം. അപ്പോൾ 40 + 60 എത്രയാവും? 100 rupees ആവില്ലേ? അല്ലെങ്കിൽ ഒരു ക്രയോൺസിൻ്റെ പാക്കറ്റും ഒരു മാർക്കറിൻ്റെ പാക്കറ്റും വാങ്ങാം. 25 + 75 എത്രയാവും? 100 rupees ആവും. അതുപോലെ തന്നെ ഒരു മാർക്കറിൻ്റെ പാക്കറ്റും ഒരു സ്കെയിലും വാങ്ങാം. അതും 75 + 25 100 ആണ്. അല്ലെങ്കിൽ ഒരു മാർക്കറിൻ്റെ പാക്കറ്റും ഒരു ബ്രൗൺ പേപ്പറും വാങ്ങാം. അതും 75 + 25 100 ആണ്. ഇങ്ങനെ പല കോമ്പിനേഷനിൽ മിൻഹയ്ക്ക് ആ 100 rupees കൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. പെൻസിൽ കമ്പനി. മിൻഹാസ് ഫാദർ ഹാസ് എ പെൻസിൽ കമ്പനി. മിൻഹയുടെ ഉപ്പയ്ക്ക് എന്താ ജോലി? ഒരു പെൻസിൽ കമ്പനിയിലാണ് അല്ലേ? 10 pencils are to be put in each packet. അവരെങ്ങനെയാണ് പെൻസിൽസ് പാക്ക് ചെയ്യുന്നത്? ഒരു പാക്കറ്റിൽ 10 പെൻസിൽസ് ആണ് വെക്കുന്നത്. ആൻഡ് 10 packets in each box. മാത്രമല്ല ഒരു ബോക്സിൽ ഇതുപോലെയുള്ള 10 പാക്കറ്റ്സ് വയ്ക്കും. അതായത് ഒരു പാക്കറ്റിൽ 10 പെൻസിൽസ് ഉണ്ട്. 10 പെൻസിൽസ് വീതമുള്ള 10 പാക്കറ്റ്സ് ഒരു ബോക്സിലും വയ്ക്കും. നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ എ പാക്കറ്റ്. ഒരു പാക്കറ്റിൽ വെക്കുന്ന പെൻസിൽസിൻ്റെ നമ്പർ എത്രയാണ്, എണ്ണം എത്രയാണ്? നമ്മൾ പറഞ്ഞു 10 ആണ്. നമ്പർ ഓഫ് പാക്കറ്റ്സ് ഇൻ എ ബോക്സ്. ഒരു ബോക്സിൽ വെക്കുന്ന പാക്കറ്റ്സിൻ്റെ എണ്ണമോ? അത് നമ്മൾ പറഞ്ഞു 10 ആണ്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ എ ബോക്സ്. അങ്ങനെയെങ്കിൽ ഒരു ബോക്സിലുള്ള ആകെ പെൻസിൽസിൻ്റെ എണ്ണം എത്രയാണ്? അത് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ 10 തവണ 10 എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അങ്ങനെ 10 തവണ 10 നമ്മൾ ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 100 എന്നാണ് കിട്ടുന്നത്. അതായത് ഒരു ബോക്സിൽ 100 പെൻസിൽസ് ഉണ്ടായിരിക്കും. സി ഹൗ ദ പെൻസിൽസ് ആർ ബോക്സ്ഡ്. പെൻസിൽസ് ഓരോ ബോക്സിലും വച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. റൈറ്റ് ദ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ ദ എംപ്റ്റി സെൽസ് ഓഫ് ദ ടേബിൾ ബിലോ. താഴെ തന്നിട്ടുള്ള ഈ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ബോക്സിലും എത്ര പെൻസിൽസ് വീതം ഉണ്ടായിരിക്കും എന്നെഴുതണം. ആദ്യത്തേത് നമുക്കവിടെ തന്നിട്ടുണ്ട്, ഒരു ബോക്സാണ് അല്ലേ? ഒരു ബോക്സിൽ എത്ര പെൻസിൽ വയ്ക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്? ഒരു പാക്കറ്റിൽ 10 എണ്ണം, അങ്ങനെയുള്ള 10 പാക്കറ്റുകൾ വീതമായിരിക്കും ഒരു ബോക്സിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു ബോക്സിലുള്ള പെൻസിൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 ആയിരിക്കും. അതായത് 10 പെൻസിൽസ് വീതമുള്ള 10 പാക്കറ്റ്സ് ഈ ഒരു ബോക്സിലുണ്ടാവും. അത് എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ 100 ആയിരിക്കും. എങ്കിൽ 2 ബോക്സിൽ എത്ര പെൻസിൽസ് ഉണ്ടായിരിക്കും? 100. ഒരു ബോക്സിൽ 100 ആണ്, രണ്ടാമത്തെ ബോക്സിലും 100 ആണ്. 100 + 100 200. ഇനി മൂന്നാമത്തെ ഈ ചിത്രത്തിൽ 5 ബോക്സസ് ആണുള്ളത്. ഒരു ബോക്സിൽ 100, 2 ബോക്സിലാകുമ്പോൾ 200, 3 ബോക്സ് ആകുമ്പോൾ 300, 4 ബോക്സ് ആകുമ്പോൾ 400, 5 ബോക്സ് ആകുമ്പോൾ 500. അടുത്തത് 4 ബോക്സസ് ആകുമ്പോൾ 400. അടുത്തത് 6 ബോക്സസ് ആണുള്ളത്. 6 ബോക്സസ് ആകുമ്പോൾ ആകെ പെൻസിൽസ് 600. അടുത്തത് 3 ബോക്സസ് ആകുമ്പോൾ ആകെ പെൻസിൽസ് 300. ഇനിയോ അടുത്തത് 8 ബോക്സസ് ഉണ്ടല്ലേ? 8 ബോക്സസ് ആകുമ്പോൾ എത്രയാണ്? 100, 200, 300, 400, 500, 600, 700, 800 പെൻസിൽസ് ഉണ്ടായിരിക്കും. അടുത്തതിൽ 7 ബോക്സസ് ആണുള്ളത്. 7 ബോക്സസ് ആകുമ്പോൾ 700 പെൻസിൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അവസാനത്തേത് നോക്കൂ, 9 ബോക്സസ് ഉണ്ട്. 9 ബോക്സസ് ആകുമ്പോൾ എത്ര പെൻസിൽസ് ഉണ്ടായിരിക്കും? 900 പെൻസിൽസ് ഉണ്ടായിരിക്കും. ഹൗ മെനി പെൻസിൽസ് വുഡ് ബി ദെയർ ഇൻ 10 ബോക്സസ്? അങ്ങനെയെങ്കിൽ 10 ബോക്സസ് ഉണ്ടെങ്കിൽ എത്രയായിരിക്കും? 9 ബോക്സ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞു 900 ആണ്. 10 ബോക്സ് ആകുമ്പോൾ എത്രയായിരിക്കും? 1000 പെൻസിൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. മേന്മ സ്റ്റോർ.
മേന്മ സ്റ്റോർ വോൺസ് 1000 പെൻസിൽസ്. മേന്മ സ്റ്റോറിലേക്ക് 1000 പെൻസിലുകൾ വേണം. മിൻഹ ആൻഡ് ഹർ ഫാദർ പാക്ഡ് 2 bags with the same number of boxes in each. മിൻഹയും അവളുടെ അച്ഛനും എന്തെഴുതു? 2 ബാഗുകൾ പെൻസിലിൻ്റെ പെട്ടികൾ നിറച്ചു. ഹൗ മെനി പെൻസിൽസ് വെർ ദർ ഇൻ ഈച്ച് ബാഗ്? അങ്ങനെയെങ്കിൽ 2 ബാഗിലും എത്ര പെൻസിലുകൾ വീതമുണ്ടായിരിക്കും? നമ്മോട് പറഞ്ഞിട്ടുണ്ട് 2 ബാഗിലും ഒരുപോലെയാണ് നിറച്ചത് അല്ലേ? അപ്പോൾ 1000 പെൻസിലുകളാണ് ആകെയുള്ളത്. അതായത് 100 പെൻസിലുകൾ വീതമുള്ള 10 പെട്ടികളാണ് ആകെ ഉണ്ടായിരിക്കുക. 10 ബോക്സ് ആയിരിക്കും ആകെ ഉണ്ടായിരിക്കുക. അപ്പോൾ 5 ബോക്സ് വീതമായിരിക്കും 2 ബാഗിലും നിറച്ചിട്ടുണ്ടായിരിക്കുക. രണ്ടിലും ഒരുപോലെയല്ലേ? അപ്പോൾ 5 ബോക്സ് വീതമായിരിക്കും നിറച്ചിട്ടുണ്ടായിരിക്കുക. 5 ബോക്സിൽ ആകെ എത്ര പെൻസിലുകൾ കൊള്ളും? 5 തവണ 100 എഴുതി കൂട്ടി നോക്കുക. ഒരു ബോക്സിൽ 100, 2 ബോക്സിലാകുമ്പോൾ 200, 3 ബോക്സ് ആകുമ്പോൾ 300, 4 ബോക്സ് ആകുമ്പോൾ 400, 5 ബോക്സസ് ആകുമ്പോൾ 500. ഓരോ ബാഗിലും എത്ര ഉണ്ടായിരിക്കും? 500 പെൻസിൽസ് വീതമായിരിക്കും ഉണ്ടായിരിക്കുക. ഹൗ മെനി പെൻസിൽസ് ഇൻ ഈച്ച് ബാഗ്സ്? ഓരോ ബാഗിലും എത്ര പെൻസിലുകൾ വീതം ഉണ്ടായിരിക്കും? ഒരെണ്ണം നമുക്കവിടെ തന്നിട്ടുണ്ട്. ഒരു ബാഗിൽ 300, ഒന്നിൽ 700. 300 + 700 ചെയ്യുമ്പോൾ നമുക്ക് 1000 എന്നാണ് ആൻസർ വരുന്നത്. ഇനി ഒരു ബാഗിൽ 100 ആകുമ്പോൾ അടുത്ത ബാഗിൽ എത്രയായിരിക്കും? 900 ആയിരിക്കും. 100ലേക്ക് 900 കൂട്ടിയാലല്ലേ 1000 ആവുക. അപ്പോൾ നെക്സ്റ്റ് ബാഗിൽ 900. ഇനി ഒരു ബാഗിൽ 200 എന്ന് കരുതുക. എങ്കിൽ മറ്റേ ബാഗിലോ 800 ആയിരിക്കും. 200ലേക്ക് 800 കൂട്ടിയാലല്ലേ 1000 ആവുക. ഇനി അടുത്തത് ഒരു ബാഗിൽ 400 ഉണ്ടെന്ന് കരുതുക. എങ്കിൽ അടുത്ത ബാഗിൽ എത്രയുണ്ടായിരിക്കും? 400ലേക്ക് എത്ര കൂട്ടിയാലാണ് 1000 ആവുക? 600 കൂട്ടിയാലാണ്. അപ്പോൾ അടുത്ത ബാഗിൽ 600 ആയിരിക്കും ഉണ്ടായിരിക്കുക. നന്മ സ്റ്റോർ. ദേ ഗേവ് 800 പെൻസിൽ ടു നന്മ സ്റ്റോർ ഇൻ 2 bags. മിൻഹയും അവളുടെ ഫാദറും കൂടെ 800 പെൻസിൽസ് നന്മ സ്റ്റോറിലേക്ക് 2 ബാഗ്സിലായിട്ട് കൊണ്ടുപോയി. ഹൗ മെനി പെൻസിൽസ് ഇൻ ഈച്ച് ബാഗ്? അങ്ങനെയെങ്കിൽ ഓരോ ബാഗിലും എത്ര പെൻസിൽസ് വീതമായിരിക്കും അവർ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുക? കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. താഴെ തന്നിട്ടുള്ള ടേബിൾ പൂർത്തിയാക്കുക. ആദ്യത്തെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ബാഗ് 1 400, ബാഗ് 2 400, രണ്ടും 400 വീതം, ടോട്ടൽ 800. അതായത് 400 + 400 എത്രയാണ്? 800 ആണ്. ഇനി ബാഗ് 1 100 എങ്കിൽ ബാഗ് 2 എത്രയായിരിക്കും? 100ലേക്ക് എത്ര ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 800 കിട്ടുക? 100ലേക്ക് 700 ആഡ് ചെയ്യുമ്പോഴാണല്ലേ. അപ്പോൾ ബാഗ് 2ൽ 700. ഇനി ബാഗ് 1 200 ആണെങ്കിലോ ബാഗ് 2ൽ എത്ര ഉണ്ടായിരിക്കും? 200ലേക്ക് എത്ര ആഡ് ചെയ്താലാണ് 800 കിട്ടുക? 200ലേക്ക് 600 ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ബാഗ് 2ൽ 600. മൂന്നാമത്തേത് ബാഗ് 1ൽ 300. 300ലേക്ക് എത്ര ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 800 കിട്ടുക മക്കളെ? 300ലേക്ക് 500 ആഡ് ചെയ്യുമ്പോഴാണ് 800 കിട്ടുക. അപ്പോൾ 300 ബാഗ് 1ൽ, ബാഗ് 2ൽ 500. സ്പ്ലിറ്റ് ഇൻ ടു ഹൺഡ്രഡ്സ്. നൂറുകളാക്കിയിട്ട് മാറ്റി എഴുതുക. ആദ്യം നമുക്കവിടെ 700 തന്നിട്ടുണ്ട്. 700നെ നമ്മൾ എങ്ങനെയാണ് മാറ്റി എഴുതിയത്? 300 + 400. 300ലേക്ക് 400 ആഡ് ചെയ്ത് കൊടുത്താൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? 700 എന്ന് കിട്ടുന്നു. അതുപോലെ മറ്റേതെല്ലാം രീതിയിൽ എഴുതാം. 100 + 600. 100ലേക്ക് 600 ആഡ് ചെയ്യുമ്പോഴല്ലേ 700 കിട്ടുന്നത്. അതുപോലെ 200 + 500. 200ലേക്ക് 500 ആഡ് ചെയ്യുമ്പോൾ 700 കിട്ടുന്നു. നെക്സ്റ്റ് നമ്പർ നോക്കൂ, 900. ഇനി 900നെ നമുക്ക് എങ്ങനെയെല്ലാം എഴുതാം? 100 + 800. 100ലേക്ക് 800 ആഡ് ചെയ്യുമ്പോൾ 900 ആണ്. 200 + 700. 200ലേക്ക് 700 ആഡ് ചെയ്യുമ്പോൾ 900 ആണ്. 300 + 600. 400 + 500. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. അടുത്ത നമ്പർ നോക്കൂ, 600. 600നെ എങ്ങനെയൊക്കെ എഴുതാം? 100 + 500. 100ലേക്ക് 500 ആഡ് ചെയ്യുമ്പോഴാണ് 600. 200 + 400. 200ലേക്ക് 400 ആഡ് ചെയ്യുമ്പോൾ 600 ആണ്. 300 + 300. 300ലേക്ക് 300 കൂട്ടുമ്പോൾ എന്താണ്? 600 എന്നാണ് വരുന്നത്. ഈക്വൽ സ്പ്ലിറ്റ്. നമുക്ക് തുല്യമായിട്ട് ഭാഗിച്ചെഴുതാം. 100 + 100. 100ലേക്ക് 100 ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നു മക്കളെ? 200 എന്നാണ് വരുന്നത്. ഇനി 500 ആണ് ആൻസർ. 250 ആണ് എഴുതിയിട്ടുള്ളത്. 250 + 250 ആണ് 500. 300 + 300 = 600. 700ൻ്റെ നേരെ
പകുതി എന്താണ് മക്കളെ? 350. 350 plus 350 is equal to 700. Finally 900 is equal to 450 plus 450 is equal to 900. Next problem നോക്കൂ. A mistake. Minha was asked to pack 870 pencils for the school in packets of 110. മിൻഹയോട് എന്ത് പറഞ്ഞു? 870 പെൻസിലുകൾ 10ൻ്റെയും 100ൻ്റെയും പാക്കറ്റുകളാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഷി ഫിൽഡ് 7 പാക്കറ്റ്സ് ഓഫ് 100 ആൻഡ് 8 പാക്കറ്റ്സ് ഓഫ് 10. മിൻഹ എങ്ങനെയാണ് പാക്ക് ചെയ്തത്? 7 പാക്കറ്റ്സ് ഓഫ് 100 പെൻസിൽസിൻ്റെ 7 പാക്കറ്റ്സും 10 പെൻസിൽസിൻ്റെ 8 പാക്കറ്റ്സും ആക്കിയിട്ടാണ് മിൻഹ അത് ഫിൽ ചെയ്ത് കൊടുത്തത്. ഹൗ മെനി ഡിഡ് ഷി പാക്ക് ഇൻ ഓൾ? അവൾ എത്രയായിരിക്കും ആകെ പാക്ക് ചെയ്തിട്ടുള്ളത്? ഹൗ മെനി മോർ ആർ ദെയർ ടു ബി പാക്ഡ്? ഇനി എത്ര കൂടെ പാക്ക് ചെയ്യേണ്ടി വരും? ഇതെങ്ങനെയാണ് മക്കളെ കാണുന്നത്? മിൻഹ ഫില്ല് ചെയ്ത് കൊടുത്ത പാക്കറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 7 പാക്കറ്റ്സ് ഓഫ് 100 ആൻഡ് 8 പാക്കറ്റ്സ് ഓഫ് 10. 7 പാക്കറ്റ്സ് ഓഫ് 100 ഈസ് ഈക്വൽ ടു എത്രയാണ്? 100 നമ്മൾ 7 തവണ കൂട്ടുന്നു. 100 പ്ലസ് 100 100 100 100 100 100 ഇങ്ങനെ 7 തവണ നമ്മൾ 100 എഴുതി കൂട്ടുന്നു. അപ്പോൾ 7 പാക്കറ്റ്സ് ഓഫ് 100 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 700 ആണ്. 8 പാക്കറ്റ്സ് ഓഫ് 10 എന്ന് പറയുന്നതോ 8 തവണ നമ്മൾ 10 എഴുതി കൂട്ടുന്നു. 10 പ്ലസ് 10 10 10 10 10 10 10 ഈസ് ഈക്വൽ ടു 80 ആണ്. അപ്പോൾ 700ഉം പ്ലസ് 80യും. സോ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? സോ ടോട്ടൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് മിൻഹ വാസ് ഫിൽഡ് എത്രയാണ്? 700 പ്ലസ് 80 ഈസ് ഈക്വൽ ടു 780. മിൻഹ ആകെ പാക്ക് ചെയ്തത് 780 പെൻസിലുകളാണ്. ഇനി എത്ര കൂടെ അതിലേക്ക് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്? മിൻഹയോട് പറഞ്ഞത് 870 പെൻസിൽസ് പാക്ക് ചെയ്യാനാണ്. മിൻഹ ചെയ്തത് 780 ആണ്. അപ്പോൾ ബാക്കി എത്ര കൂടെ വേണം? 870 മൈനസ് 780. 870 നിന്ന് 780 കുറച്ചാൽ നമുക്ക് ഉത്തരം കിട്ടില്ലേ? ആൻസർ ഈസ് ഈക്വൽ ടു 90 പെൻസിൽസ് കൂടെ ഉണ്ടെങ്കിലേ 870 പെൻസിൽസ് ആവുകയുള്ളൂ. ഇന്നെടുത്ത പ്രോബ്ലംസ് എല്ലാം മക്കൾക്ക് മനസ്സിലായോ? ഇന്ന് നമ്മൾ ഇത്രയുമാണ് തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തിരിക്കാൻ മറക്കല്ലേ. ഇന്നത്തെ ക്ലാസ് എല്ലാ മക്കൾക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്